കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു? 2 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞില്ലേ? പഠിച്ചില്ലേ? അത് വിത്തൗട്ട് ക്യാരി ഓവർ, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ 2 ഡിജിറ്റിനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വിത്തൗട്ട് ക്യാരി ഓവറും വിത്ത് ക്യാരി ഓവറും പഠിച്ചതല്ലേ? അല്ലേ? വൺസിന്റെ പ്ലേസിൽ ആഡ് ചെയ്തിട്ട് റിമൈനിങ് വരുന്ന ടെൻസിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പഠിച്ചതല്ലേ? അതേപോലെ മൾട്ടിപ്ലിക്കേഷനിലും ഉണ്ട് വിത്തൗട്ട് ക്യാരി ഓവറും വിത്ത് ക്യാരി ഓവറും ഒക്കെ. ക്യാരി ഓവർ ചെയ്തിട്ടും ക്യാരി ഓവർ ചെയ്യാതെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ക്യാരി ഓവർ ചെയ്യാതെ എങ്ങനെ വൺസിന്റെ പ്ലേസിൽ മൾട്ടിപ്ലൈ ചെയ്ത് വൺസിന്റെ പ്ലേസിൽ എഴുതി, പിന്നെ ടെൻസിന്റെ പ്ലേസിൽ മൾട്ടിപ്ലൈ ചെയ്ത് ടെൻസിന്റെ പ്ലേസിൽ എഴുതി. ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ ഒന്നുമില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്ലൈങ് എ 2 ഡിജിറ്റ് നമ്പർ ബൈ 1 ഡിജിറ്റ് നമ്പർ വിത്ത് ക്യാരി ഓവർ. അതെങ്ങനെയാ നോക്കാം. എങ്ങനെയാ അത് ചെയ്യാം? ലിസൺ ഹിയർ. ഒരു എക്സാമ്പിൾ നോക്കാം. 13 into 5. എങ്ങനെ നമ്മൾ 13 into 5 ചെയ്യാ? ആദ്യം വൺസിന്റെ പ്ലേസിലെ ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. 3 into 5 എത്രയാ? 3 into 5 15 അല്ലേ? 3 into 5 15. ഇനി ഈ 15ന്റെ 5 മാത്രം നമ്മൾ എവിടെ എഴുതും? 15ന്റെ വൺസിന്റെ പ്ലേസിലുള്ള 5 മാത്രം വൺസിന്റെ പ്ലേസിൽ എഴുതുന്നു. ബാക്കി റിമൈനിങ് 1 ഉണ്ട്. ഇവിടെ ഒരു 10 ഇവിടെ ബാക്കിയുണ്ട്. നമ്മൾ ബാക്കി വെച്ച 10 ഉണ്ട്. ഇനി എന്ത് ചെയ്യാ? 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യൂ. 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ റിമൈനിങ് വെച്ച 1 ഇല്ലേ, ആ 1 കൂടി 5ന്റെ കൂടെ ആഡ് ചെയ്തിട്ട് 6 ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഇവിടെ റിമൈനിങ് 1 ഉണ്ട്. 1 into 5 5, 5 plus this 1, remaining 1 6. അപ്പൊ 13 into 5 എത്രയാ? 65. മനസ്സിലായോ മൾട്ടിപ്ലൈ ചെയ്യാൻ? മനസ്സിലായോ? ഒന്നുകൂടി പറയട്ടെ. ഓക്കെ. നെക്സ്റ്റ് 24 into 3. 24 into 3. ആദ്യം നമ്മൾ 4നെയും 3നെയും മൾട്ടിപ്ലൈ ചെയ്തു. 4നെയും 3നെയും മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 12 കിട്ടും അല്ലേ? 4നെയും 3നെയും മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും. 12ല് വൺസിന്റെ പ്ലേസിലുള്ള ഈ 2 മാത്രം നമ്മൾ ഇവിടെ എഴുതുന്നു. 2 മാത്രം എഴുതി. ബാക്കി 12ൽ ഒരു 1 ഉണ്ടല്ലോ, അതാണ് നമ്മൾ ടെൻസിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി 2ഉം 3യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 2ഉം 3യും മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ആ 6നോട് കൂടി നമ്മൾ ക്യാരി ഓവർ ചെയ്ത 1 ആഡ് ചെയ്യുന്നു. അപ്പോ 7 കിട്ടി. ആ 7 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെൻസിന്റെ പ്ലേസിലേക്ക് എടുത്തെഴുതുന്നത്. 2 into 3 6. 6 plus this 1, remaining 1 7. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 67 ഒന്നെടുത്തേ. പേജ് നമ്പർ 67. അതിനകത്ത് എക്സസൈസ് 1.6 കണ്ടോ?
എക്സൈസ് 1.6 ഉണ്ടോ? അതിലെ ആദ്യത്തെ രണ്ടെണ്ണം ഒന്ന് ചെയ്ത് നോക്കിയേ. 33 into 6 48 into 4. into 6 48 into 4. അല്ലെങ്കിൽ വേണ്ട, 4 എണ്ണവും ചെയ്തോ. അത് 4 എണ്ണം മാത്രമേ അതിനകത്ത് പ്രോബ്ലം വരുന്നുള്ളൂ. അത് 4 എണ്ണവും ചെയ്തോ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞുതരാം. എത്രയായിരുന്നു ആദ്യത്തേത്? 33 into 6. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? വൺസിന്റെ പ്ലേസിൽ 3നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 18ന്റെ വൺസിന്റെ പ്ലേസിലുള്ള 8 മാത്രം നമ്മൾ അവിടെ എഴുതി അല്ലേ? ബാക്കി റിമൈനിങ് 1. ഇനി നമ്മൾ ടെൻസിന്റെ പ്ലേസിലുള്ള 3ഉം വൺസിന്റെ പ്ലേസിൽ 6ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. 3 into 6 again 18. ഈ റിമൈനിങ് 1 നമ്മൾ ഇതിന്റെ 18ന്റെ കൂടെ ആഡ് ചെയ്യുന്നു. എത്ര കിട്ടുന്നു? 19 കിട്ടുന്നു. ആ 19 അതേപോലെ ഇവിടെ എഴുതി. 18 plus 1 19. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, ഇവിടെ 2 ഡിജിറ്റ് നമ്പർ വന്നോണ്ടല്ലേ ബുദ്ധിമുട്ടായത്? ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഓക്കെ, ചെയ്ത് നോക്കിയേ. ഒന്നാമത്തെ ചെയ്തത് മനസ്സിലായോ? 33 into 6. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തേത് 48 into 4. 48 into 4. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? വൺസിന്റെ പ്ലേസിലുള്ള 2 ഡിജിറ്റ് 8ഉം 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 8 4s are 32. 32ൽ നമ്മൾ ആകെ എഴുതുന്നത്, ഈ 32ലെ വൺസിന്റെ പ്ലേസിൽ 2 മാത്രം നമ്മൾ ഇവിടെ എഴുതി. ബാക്കി റിമൈനിങ് 3 ഉണ്ടല്ലോ. അത് നമ്മൾ എവിടേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു? ടെൻസിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി അടുത്ത നമ്മൾ ഏതൊക്കെ ഡിജിറ്റ്സാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ടെൻസിന്റെ പ്ലേസിലുള്ള 4ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന 4ഉം. അത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 4 into 4 16 കിട്ടും. ഇനി 16ന്റെ കൂടെ നമ്മൾ ഇവിടേക്ക് ക്യാരി ഓവർ ചെയ്ത ഈ 3 ഇല്ലേ, ആ 3 ആഡ് ചെയ്യുന്നു. 16ന്റെ കൂടെ ആ 3 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 19 കിട്ടും. ആ 19 മുഴുവനായി നമ്മൾ എവിടേക്ക് മാറ്റി എഴുതി? നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിലേക്ക് എഴുതി. അതായത് 48 into 4 is equal to 192. ഇപ്പൊ കിട്ടിയോ? ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, ഇനി മനസ്സിലാവാത്തവരുണ്ടോ? എന്നാ ഒന്ന് ചെയ്തു നോക്കിയേ. ബാക്കി രണ്ടെണ്ണം കൂടി. ആൻസറിന് മനസ്സിലായില്ലേ? ഫസ്റ്റ് വൺ മനസ്സിലായില്ലേ? ഫസ്റ്റ് വൺ ഒന്നുകൂടി പറഞ്ഞുതരാം. $33 into 6 അല്ലേ? ഓക്കെ, ഒന്നുകൂടി നോക്കിക്കോ. 33 into 6. ആദ്യത്തത് മനസ്സിലാവാത്തവരൊന്ന് നോക്കിയേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 3 into 6. വൺസിന്റെ പ്ലേസിലുള്ള 3ഉം 6ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. 3 into 6 എത്രയാ? 18. ഈ 18ല് ആകെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ വൺസിന്റെ പ്ലേസിലുള്ള 8 മാത്രം നമ്മൾ ഇവിടെ വൺസിന്റെ പ്ലേസിലേക്ക് മാറ്റി എഴുതി. ബാക്കി ഇവിടെ ഒരു 1 ഉണ്ടല്ലോ, 18ന്റെ 1. ആ 1 നമ്മൾ ടെൻസിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു.
ക്യാരി ഓവർ ചെയ്തത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ടെൻസിന്റെ പ്ലേസിലുള്ള 3യും ഈ 6ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. 3യും 6ഉം മൾട്ടിപ്ലൈ ചെയ്താൽ അഗെയിൻ നമുക്ക് 18 കിട്ടി അല്ലേ? അഗെയിൻ 18 കിട്ടി. ആ 18നെ ഇവിടെ നമ്മൾ ക്യാരി ഓവർ ചെയ്ത 1 ഇല്ലേ, ആ 1ഉം കൂടി ആഡ് ചെയ്തു. അപ്പൊ എത്രയായി? 19 ആയി. ആ 19 നമ്മൾ ഇവിടേക്ക് മാറ്റി എഴുതി. അപ്പൊ 198 എന്ന് കിട്ടി. ഇപ്പൊ ആൻസർ മനസ്സിലായോ? ഓക്കെ. അങ്ങനാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 54 into 7. ആദ്യം നമ്മൾ 5ഉം 4ഉം 4ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക? 4 into 7 28ന് നമ്മൾ 8 മാത്രം എഴുതി. ബാക്കി റിമൈനിങ് 2 ടെൻസിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. പിന്നെ 5ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് 35 കിട്ടി. 35ന്റെ കൂടെ ഈ 2ഉം കൂടി ക്യാരി ഓവർ ചെയ്ത 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 37 കിട്ടി. ആ 37 നമ്മൾ ആൻസർ ആയിട്ട് എഴുതി. അപ്പോ 54 into 7 378. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 26 into 5. ആദ്യം നമ്മൾ 6ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്തു. എത്ര കിട്ടി? 30 കിട്ടി. 30ന്റെ 0 മാത്രം നമ്മൾ ഇവിടെ എഴുതി. ബാക്കി 3 ടെൻസിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. പിന്നെ നമ്മൾ 2ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. 10 കിട്ടി. 10നോട് കൂടി ക്യാരി ഓവർ ചെയ്ത് 3 ആഡ് ചെയ്തു. 13 കിട്ടി. ആ 13 അതേപോലെ നമ്മൾ പ്രൊഡക്റ്റിലേക്ക് എടുത്തെഴുതി 130 എന്ന് ആൻസർ കിട്ടി. അതായത് 26 into 5 is equal to 130. ആൻസർ എല്ലാം കറക്റ്റ് ആണോ? ഫസ്റ്റ് വൺ 198, സെക്കൻഡ് വൺ 192, തേർഡ് വൺ 378, ഫോർത്ത് വൺ 130. എല്ലാം ശരിയായവരൊന്ന് കൈവന്നിച്ചേ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ 2 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു. ഇതേപോലെ തന്നെയാണ് എന്ത് 3 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്യാ? നമ്മൾ ക്യാരി ഓവർ ചെയ്യാം. റിമൈനിങ് വരുന്നതൊക്കെ തൊട്ടടുത്ത പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്യും. അതെങ്ങനെയാ ചെയ്യുന്നേ? പേജ് നമ്പർ 68 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 68 എടുത്തോ? അതൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 68 ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്ലൈ 431 by 2. 431നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? 100ന്റെ പ്ലേസ്, ടെൻസിന്റെ പ്ലേസ്, വൺസിന്റെ പ്ലേസ്. വൺസിന്റെ നേരെ താഴെയാണ് നമ്മൾ ഏത് എഴുതിയിരിക്കുന്നത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ട 2 എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ് മൾട്ടിപ്ലൈ ദ വൺസ്. ആദ്യം നമ്മൾ 1ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്തു. വൺസിന്റെ കോളത്തിൽ 2 എന്ന് എഴുതി. പിന്നെ എന്ത് ചെയ്യണം? ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ടെൻസിന്റെ പ്ലേസിൽ ഏതാ വരുന്നത്? 3. 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടെൻസിന്റെ പ്ലേസിൽ 6 എന്ന് എഴുതി. അടുത്തത്
100ന്റെ പ്ലേസിലുള്ള 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 100ന്റെ പ്ലേസിൽ 8 എന്ന് എഴുതി. അതായത് 431നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 862 എന്ന് കിട്ടും. മനസ്സിലായോ? മനസ്സിലായോ? നമ്മൾ 2 ഡിജിറ്റ് നമ്പറിന്റെ ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് എന്ത് 3 ഡിജിറ്റ് നമ്പറിന്റെയും. ഒരു വ്യത്യാസവും ഇല്ല. ഓരോ ഡിജിറ്റ്സിനെ ഓരോ പ്ലേസിനെയും ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 100ന്റെ പ്ലേസിൽ ആദ്യം നമ്മൾ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ 100ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവിടെ എക്സസൈസ് 1.7 കുറച്ച് പ്രോബ്ലം കൊടുത്തിട്ടുണ്ടല്ലോ, കണ്ടോ? മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. മിസ്സിന്റെ കൂടെ തന്നെ ചെയ്താൽ മതി. ആദ്യത്തേത് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇല്ലേ? ആദ്യത്തേത് 443 into 2. ആദ്യം 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 6 എന്ന് എഴുതി, 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 8 എന്ന് എഴുതി, പിന്നെ 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 8 എന്ന് എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എത്രയത്? 221 into 3. 221 into 3. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 into 3 3. അടുത്ത് എന്ത് ചെയ്യുന്നു? ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റും 3യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 2 into 3 6. അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു? 100ന്റെ പ്ലേസിലുള്ള ഡിജിറ്റും 3യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 2 into 3 6. അതായത് 221 into 3 is equal to 663. അടുത്തത് 666 into 1. Third one 666 into 1. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റും 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 6 എന്ന് എഴുതി. പിന്നെ ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റും 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 6 into 1 6. അത് കഴിഞ്ഞിട്ട് 100ന്റെ പ്ലേസിലുള്ള ഡിജിറ്റും 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 6 into 1 6. 666നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 666. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും കിട്ടുക, അല്ലേ? നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. അതിന് തൊട്ടടുത്തുള്ളത് 113 into 2. 113 into 2. മിസ് വിളിക്കുന്ന ആള് മിസ് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ ഒന്ന് അവിടെ എഴുതുമോ? മിസ്സിന്റെ ക്വസ്റ്റ്യൻ, മിസ് എഴുതിയ ക്വസ്റ്റ്യന്റെ താഴെ നിങ്ങൾ സ്ക്രീനിൽ വെറുതെ ചുമ്മാ കുത്തി വരയ്ക്കാറില്ലേ, അതേപോലെ അതിന്റെ ആൻസർ ഒന്ന് സ്ക്രീനിൽ എഴുതാൻ പറ്റുമോ? പറ്റുമോ? ഇഫ്ര ഒന്ന് എഴുതാൻ പറ്റുമോ മോളെ ആൻസർ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോ? എത്രയാ 113 into 2?
ഒന്ന് ഈ സ്ക്രീനിൽ ഒന്ന് എഴുതിയ മോളെ വിഫ്ര. ഓക്കെ, 2 into 3 6, 1 into 2 2, 1 into 2 2. വെരി ഗുഡ്. 226. കറക്റ്റ് ആണല്ലോ ആൻസർ. എല്ലാവർക്കും അത് തന്നെയല്ലേ കിട്ടിയേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 323 into 1. ആരാ എഴുതുന്ന ആൻസർ? ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ. അനിഹ, ആൻസർ എഴുതാൻ പറ്റുമോ ഇതിന്റെ? ഇപ്പൊ ഇഫ്ര എഴുതിയ പോലെ. മിസ് വിളിക്കുന്നവര് മാത്രം എഴുതിയാൽ മതിയേ. ത്രീ ഇൻറ്റു 1 എത്രയാന്ന് എഴുതാം, 2 into 1 എത്രയാന്ന് എഴുതാം, 3 into 1 എത്രയാന്ന് എഴുതാം. ഈ ക്വസ്റ്റ്യനെ നേരെ താഴെയായിട്ട് എഴുതിയാൽ മതി. പറ്റുന്നില്ലേ? നിങ്ങൾ സ്ക്രീനിൽ ചുമ്മാ വരച്ചിടുന്നില്ലേ? അതേപോലെ വിരലുകൊണ്ട് 3 into 1 3 അതിന്റെ താഴെ എത്രയാന്ന് എഴുതുക, വിരലുകൊണ്ട് എഴുതിയാൽ മതി. 2 into 1 എത്രയാന്ന് എഴുതാം, 3 into 1 എത്രയാന്ന് എഴുതാം. ഒന്ന് എഴുതി നോക്കിയേ. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ബോർഡിൽ ചെയ്യിപ്പിക്കുന്ന പോലെയാന്ന് വിചാരിച്ചാൽ മതി. 3, ഓക്കെ. 2 into 1, 2, വെരി ഗുഡ്. നെക്സ്റ്റ് 3 into 1, 3, വെരി ഗുഡ്. 323 into 1, 323. നിങ്ങളെ മിസ് സ്കൂളിൽ നിന്ന് സാധാരണ സ്കൂളിൽ നോർമൽ ക്ലാസ് ആണെങ്കിൽ ബോർഡിൽ ചെയ്യിപ്പിക്കൂലേ? ഇല്ലേ? അതുപോലെ ചെയ്യിപ്പിച്ചാന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതില് ബാക്കി 3 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മുതൽ ഇങ്ങനെയുള്ള പരിപാടികൾ തുടങ്ങിയാൽ നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും അല്ലേ? ഓക്കെ, അടുത്ത 3 ക്വസ്റ്റ്യൻസ് 212 into 4, 200 into 3, 202 into 4, അത് 3 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, കേട്ടോ? ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ ബാക്കി 3 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാ. ബാക്കി ആരും വിഷമിക്കണ്ട. നമുക്ക് എക്സസൈസ് 1.8 ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്യാം. കേട്ടോ? എല്ലാവർക്കും ചാൻസ് തരാം ഇതുപോലെ എഴുതാൻ വേണ്ടി. കേട്ടല്ലോ? അടുത്ത ക്ലാസ്സിന് മുതൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ പ്രോബ്ലം ചെയ്ത് പോവാം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ പെട്ടെന്ന് തീരും. അപ്പൊ ഹോംവർക്ക് 3 എണ്ണം എല്ലാവരും ചെയ്യാട്ടോ. നമ്മളിപ്പോ എക്സസൈസ് 1.7 ചെയ്യാൻ ബാക്കിയുള്ള 3 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ടെക്സ്റ്റ് തന്നെ ചെയ്താൽ മതി, നോട്ടിലൊന്നും എഴുതണ്ട. എന്നിട്ട് മിസ്സിന് അയച്ചു തരണേ. പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതി, ഗ്രൂപ്പിൽ ഇടണ്ട. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.